വയസ്സ് 102 വയസ്സ് പൂർത്തിയാകാനായി ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. ഈ വരുന്ന ഒക്ടോബർ 20-ന് 102 വയസ്സ് പൂർത്തിയാകും. അദ്ദേഹം കഴിഞ്ഞ ജൂൺ 23-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. കടുത്ത ശ്വാസം മുട്ടും അതുപോലെ ഒരു ഹൃദയാഘാതവും ഉണ്ടായതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു സന്ദർഭമായിരുന്നു എന്നാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. പക്ഷെ അതിൽ നിന്നെല്ലാം അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ട് അതിൽ നിന്നെല്ലാം മോചനം നേടി തിരിച്ചു വന്നു. ഡോക്ടർമാർ തന്നെ പിന്നീട് പറഞ്ഞത് അദ്ദേഹം സാധാരണഗതിയിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരാൾ പോലും അത്തരം ഒരു അവസ്ഥയിൽ പിന്നീട് അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കാര്യങ്ങളോടും വളരെ ശക്തമായി പോരാടിക്കൊണ്ടായിരുന്നു ജീവിച്ചു വന്നത്. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവണതകൾക്കുമെതിരെ എല്ലാ തരത്തിലുള്ള മൂല്യച്യുതികൾക്കുമെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം വന്നത്. അദ്ദേഹം അത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇതൊന്നുമില്ലായിരുന്ന ഘട്ടത്തിലുമെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടങ്ങൾ അങ്ങനെയായിരുന്നു. സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ തിന്മകളോടും എല്ലാ കാലുഷ്യങ്ങളോടും അതിശക്തമായി പോരാടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്നത്. ഈ കഴിഞ്ഞ 29 ദിവസം ഈ ആശുപത്രിയിൽ ശ്രീ ഉത്രാടൻ തിരുനാൾ ആശുപത്രിയിലെ IC യൂണിറ്റിൽ വെന്റിലേറ്ററിൽ ആയിരുന്നു അദ്ദേഹം കിടന്നിരുന്നത്. സാധാരണ ഇത്രയും ദീർഘമായ കാലയളവ് ഒരു രോഗി വെന്റിലേറ്ററിൽ കഴിയാറില്ല എന്നും ഡോക്ടർമാർ പലരും പറയാറുണ്ട്. അപ്പോൾ 29 ദിവസവും അദ്ദേഹം ഈ രോഗവുമായി അതിശക്തമായി പോരാട്ടം നടത്തുകയായിരുന്നു. കൗതുകരമായ കാര്യം, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം ജീവിതത്തിലുടനീളം പോരാളിയായിരുന്നു. മരണത്തോടും അദ്ദേഹം പോരാടിക്കൊണ്ടാണ് അവസാനം മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് 2020 കോവിഡ് വന്നതായിരുന്നു. പക്ഷേ ആ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴും ഡോക്ടർമാരെല്ലാവരും അത്ഭുതം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം ചെറുപ്പക്കാരായ ആളുകളടക്കം കോവിഡിന് കീഴ്പ്പെട്ട സമയത്ത് ആ കോവിഡിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് VS പിന്നീട് അതിനെ അതിജീവിക്കുകയുണ്ടായി. ഇപ്പോഴും അതുതന്നെയാണ്. 29 ദിവസത്തെ ഈ വെന്റിലേറ്ററിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. അന്ത്യം വരെ, ജീവിതത്തിൻ്റെ ആദ്യകാലം തൊട്ട് അന്ത്യനിമിഷം വരെയുള്ള പോരാട്ടം. അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജാതീയമായ വിവേചനം നേരിട്ടതിൻ്റെ പേരിൽ അത്തരം ജാതീയമായ വിവേചനം കാട്ടിയ വിദ്യാർത്ഥികളെ സ്വന്തം അരയിൽ കിടന്ന് അരഞ്ഞാണമൂരി അടിച്ചു തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു 8-9 വയസ്സുള്ള സമയത്ത് തുടങ്ങിയ ആ പോരാട്ടമാണ്. ആ പോരാട്ടം 102ാം വയസ്സിൽ അദ്ദേഹം ത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നവരെയുള്ള സമയത്തും അദ്ദേഹം പോരാടിക്കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ യുഗം തന്നെ ഇല്ലാതാവുകയാണ്. കാരണം നിസ്വാർത്ഥമായ സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം നയിച്ച മനുഷ്യർ. കാരണം ദേശീയ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ അതിനുവേണ്ടി സ്വാതന്ത്ര്യം, ജനാധിപത്യം, പൗരാവകാശങ്ങൾ, പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ പിൽക്കാലത്ത് നാം എല്ലാം എത്തിപ്പെട്ട ആ ജനാധിപത്യ അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു ഘട്ടത്തിലാണ് അതിനെല്ലാം വേണ്ടി സ്വന്തം ജീവനും പ്രാണനും ത്യജിച്ചുകൊണ്ട് അദ്ദേഹം പോരാട്ട രംഗത്ത് PS അച്യുതാനന്ദന്റെ സഹചാരിയായ KV സുധാകരനാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 29 ദിവസമായി SUTയിൽ വെന്റിലേറ്ററിലായിരുന്നു VS അച്യുതാനന്ദൻ. ജീവിതത്തിലുടനീളം പോരാട്ട വീര്യം പുലർത്തിയ VS അച്യുതാനന്ദൻ മരണത്തോടും പോരാടിയാണ് ഒടുവിൽ കീഴടങ്ങിയത് എന്നാണ് KV സുധാകരൻ പറയുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച VS വിടവാങ്ങിയെന്നാണ് അല്പം മുൻപ് MV ഗോവിന്ദൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, മാധ്യമങ്ങളെ അറിയിച്ചത്.